സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കൂടുതൽ ജില്ലകൾക്ക് മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് തുടരും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകൾക്ക് ഇന്ന് യെല്ലോ അലർട്ട്. നാളെ എറണാകുളം, ഇടുക്കി ജില്ലകൾക്കും ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 35 മുതൽ 55 കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും കേരള തീരത്ത് സാധ്യത. ശാലിനി തുടരുന്നുണ്ട്. ശാലിനി, ഈ ഒരു സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ കൃത്യമായി തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ആ പട്ടിക പുറത്തേക്ക് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? 2 ജില്ലകൾക്കാണ് അലർട്ടുകൾ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾക്കാണ് ഈ മണിക്കൂർ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 2 ജില്ലകളിലും അതീവ ജാഗ്രത വേണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. മറ്റ് 10 ജില്ലകൾ, അതായത് ആലപ്പുഴ, കാസർഗോഡ് ഒഴികെയുള്ള 10 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഈ 10 ജില്ലകളിലും നൽകിയിട്ടുള്ളത്. നാളെയും സമാനമായി 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. എറണാകുളം, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുള്ളത്. 3 ജില്ലകൾ ഒഴികെ ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ ഒഴികെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വരുന്ന 5 ദിവസം അതിശക്തമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകുകയാണ്. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള മുന്നറിയിപ്പും ഈ മണിക്കൂറിൽ നൽകിയിട്ടുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരും മലയോര മേഖലകളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. മുൻപ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞതുപോലെ തന്നെ ആഗസ്റ്റ് പകുതിയോടുകൂടി അതിശക്തമായ മഴ സംസ്ഥാനത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. അതിന് സൂചന നൽകിക്കൊണ്ടാണ് ഈ അലർട്ടുകളും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുമുള്ളത്. ദേവിക, ശാലിനി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്കോ നിയന്ത്രണങ്ങളോ ഏർപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിനോദസഞ്ചാരം നടത്താമെന്നുള്ള രീതിയിലോട്ടുള്ള മുന്നറിയിപ്പുകളാണോ വരുന്നത്? ദേവിക, നിലവിൽ അത്തരത്തിലുള്ള കനത്ത നടപടികളിലേക്കൊന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമോ ജില്ലാ ഭരണകൂടങ്ങളോ കടന്നിട്ടില്ല. തിരുവനന്തപുരം ജില്ല അടക്കമുള്ള മേഖലകളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് നിലവിൽ വിലക്കില്ല എങ്കിൽ പോലും ജാഗ്രതയോടുകൂടിയുള്ള സന്ദർശനം മാത്രമേ പാടുള്ളൂ എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടവും ഒപ്പം തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും വ്യക്തമാക്കിയിട്ടുള്ളത്. കടലിൽ ഇറങ്ങിയുള്ള വിനോദസഞ്ചാരത്തിനൊക്കെ തന്നെ അതീവ ജാഗ്രത വേണം. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തന്നെ അത്തരം മേഖലകളിൽ ഇറങ്ങുന്നത് ഒഴിവാക്കണം എന്നുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഉയർന്ന മേഖലകളിലേക്ക്, പൊന്മുടി അടക്കമുള്ള മേഖലകളിലേക്കുള്ള യാത്രകൾക്കും പരമാവധി ജാഗ്രത വേണം എന്നുള്ളതാണ്. ഇവിടെയും മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം മാത്രമാണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ മഴ ശക്തമാവുകയാണെങ്കിൽ, തീവ്ര മഴ മുന്നറിയിപ്പ് അടക്കം നൽകുകയാണെങ്കിൽ വിവിധ ജില്ലകളിലെ ഇത്തരത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടാനുള്ള സാധ്യതകളും ഉണ്ട്. എന്തായാലും വരുന്ന 5 ദിവസം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയൊരു സാഹചര്യമുണ്ട്. ജാഗ്രത പാലിക്കാൻ തന്നെയാണ് പൊതുജനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്നത്. ദേവിക.